പിന്നീട് കംസൻ സകട അസുരനെ നിയോഗിക്കുന്നു. കാണ വണ്ടിയായിട്ട് വന്ന് ആശിസിനെ വധിക്കാൻ പോകുന്നു. ആശിച്ചു ചകളാസുരന് വളം കൊടുത്തു. പിന്നീട് കംസൻ വീണ്ടും തിന്നാപുത്രനെ നിയോഗിക്കുന്നു. കൊടുങ്കാറ്റായി വന്ന് ശിശുവിനെ ഉയർത്തുന്നു. ആ ശിശു തിന്നാപുത്രനെ വധിക്കുന്നു. ഗംഗമഹർഷി അമ്പാടി ആഗ്രഹനാവുന്നു. ശ്രീകൃഷ്ണൻ നന്ദഗോപ യശോദ യോഗിനി. ഗംഗമഹർഷി 2 കുട്ടികളെ കണ്ടു. വസുദേവക്കും ദേവകിക്കും ജനിച്ച 7ാമത്തെ ശിശു യോഗിനി. ആ ശിശുവിൻ്റെ നാമം യാമൻ എന്ന് നാമകരണം ചെയ്തു. പിന്നീട് ഗംഗമഹർഷി 8ാമത്തെ ശിശുവിനെ നോക്കി സാക്ഷാൽ മഹാവിഷ്ണുവിനെ കണ്ടു. ആ ശിശുവിന് കൃഷ്ണൻ എന്ന് പേരിട്ടു. ഇതാണ് കൃഷ്ണൻ്റെ നാമകരണം ചടങ്ങ്. ഇന്ന് ഇത് മഴയുന്നു. ഇനി വരുന്ന എപ്പിസോഡുകളിൽ നല്ല നല്ല കഥകൾ പറയുന്നുണ്ട്. നന്ദി, നമസ്കാരം.